എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ നീലക്കടലാസിലെ കനവുകൾ എന്ന ഈ പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 8. ആളിപ്പടരുന്ന കനലുകൾ. റബ്ബർ മരങ്ങൾക്കിടയിലൂടെയുള്ള ആ ഓട്ടം ആകാശിന്റെ ശ്വാസനാളങ്ങളെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ നാരായണൻ പണിക്കരുടെ ഘനഗംഭീരമായ ശബ്ദവും ടോർച്ച് വെളിച്ചത്തിന്റെ വെട്ടുപടലങ്ങളും മരങ്ങൾക്കിടയിൽ പാഞ്ഞു നടന്നു. ആരാടാ അവിടെ? നിർത്തടാ എന്ന ആക്രോശം നിശബ്ദമായ ആ രാത്രിയെ കീറിമുറിച്ചു. ആകാശ് ഭാഗ്യത്തിന് പറമ്പിന്റെ അതിരിലെ കൽമതിൽ ചാടിക്കടന്ന് ഇടവഴിയിലേക്ക് വീണു. ഇരുട്ടിന്റെ മറപറ്റി അവൻ വായനശാലയുടെ പുറകിലെ ആ പഴയ കെട്ടിടത്തിലേക്ക് ഓടിക്കയറി. ശ്വാസം വീണ്ടെടുക്കാൻ അവൻ പണിപ്പെട്ടു. അവന്റെ വസ്ത്രങ്ങൾ മരക്കൊമ്പുകളിൽ തട്ടിക്കീറിയിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ഭയത്തേക്കാൾ വലിയൊരു ആകുലതയായിരുന്നു മീര. താൻ വന്നത് അവൾക്ക് കൂടുതൽ വിനയാകുമോ? പണിക്കർ അവളെ എന്തു ചെയ്യും? അന്ന് രാത്രി ഗ്രാമം ഉറങ്ങിയില്ല. വാസു മെമ്പറുടെ വീട്ടിലും പണിക്കരുടെ വീട്ടിലും വെളിച്ചം തെളിഞ്ഞു. ടോർച്ചുമായി ആൾക്കാർ ഇടവഴികളിൽ തിരച്ചിൽ തുടങ്ങി. ആകാശ് വായനശാലയുടെ മുകളിലത്തെ തട്ടിലിരുന്ന് ആ വെളിച്ചങ്ങൾ നോക്കി വിറച്ചു. ഒരു ഗ്രാമത്തിലെ അഭിമാനം എന്നത് ചോര ചിന്തി സംരക്ഷിക്കേണ്ട ഒന്നാണെന്ന് അവിടുത്തെ പുരുഷന്മാർ വിശ്വസിച്ചിരുന്നു. നേരം വെളുത്തപ്പോൾ വായനശാലയ്ക്ക് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം രൂപപ്പെട്ടു. പത്മനാഭൻ പിള്ളയുടെ മുഖം വിളറിയിരുന്നു. അദ്ദേഹം പതുക്കെ മുകളിലേക്ക് വന്ന് ആകാശിനെ വിളിച്ചു. ആകാശേ, ഇറങ്ങി വാ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കുമാരൻ നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പണിക്കരും വാസു മെമ്പറും നിന്റെ മുത്തച്ഛന്റെ തറവാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ വലിയ ബഹളമാണ്, പിള്ളേട്ടൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ആകാശ് പതുക്കെ താഴേക്കിറങ്ങി. അവൻ നേരെ നടന്നത് തന്റെ തറവാട്ടിലേക്കാണ്. ഒളിച്ചോടുന്നത് തന്റെ പ്രണയത്തിന് ചേർന്നതല്ലെന്ന് അവൻ തീരുമാനിച്ചു. തറവാടിന്റെ പടിപ്പുരയ്ക്കിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ തളർത്തി. മുത്തച്ഛൻ തല താഴ്ത്തി ഉമ്മറത്തിരിക്കുന്നു. അച്ഛൻ രാഘവൻ അപ്പോഴേക്കും നഗരത്തിൽ നിന്ന് വിവരമറിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ദേഷ്യവും അപമാനവും കലർന്ന ഭാവമായിരുന്നു. നാരായണൻ പണിക്കർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ വടിയുണ്ട്. ആകാശിനെ കണ്ടതും അദ്ദേഹം അലറി. നീ എന്തിനാടാ എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത്? നഗരത്തിൽ പഠിക്കുന്ന നിനക്ക് ഇതൊക്കെ ഒരു രസമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ അന്തസ്സാണ്. വാസു മെമ്പർ ഇടയിൽ കയറി. പണിക്കരെ, സമാധാനപ്പെട്. രാഘവൻ, നിന്റെ മകൻ ചെയ്തത് വലിയ തെറ്റാണ്. ഈ ഗ്രാമത്തിൽ മേലിൽ ഇവൻ കാലുകുത്തരുത്. മീരയുടെ കല്യാണം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 10-ന് അത് നടക്കും. ഇവനെ ഇവിടുന്ന് ഉടനെ കൊണ്ടുപോയിക്കോ. ആകാശിന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. കല്യാണമോ? അവൾക്കിഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ അവളെ കെട്ടിക്കുമോ? അത് പ്രണയമല്ല, അത് കൊലപാതകമാണ്. അച്ഛൻ രാഘവൻ ഓടിവന്ന് ആകാശിന്റെ കരണത്ത് ഒന്ന് പൊട്ടിച്ചു. മിണ്ടരുത്. നീ കാരണം ഞാൻ നാണം കെട്ടു. ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത് ഇവരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. വാടാ വണ്ടിയിൽ കയറാൻ. ആകാശ് വീണുപോയി. അവന്റെ ചുണ്ടിൽ നിന്ന് രക്തം പൊടിഞ്ഞു. പക്ഷേ അവന്റെ കണ്ണുകൾ മീരയുടെ വീടിന് നേരെയായിരുന്നു. അവിടെ ദൂരെ ആ പടിപ്പുരയ്ക്കൽ മീര നിൽക്കുന്നത് അവൻ കണ്ടു. അവളുടെ കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന കണ്ണുനീർ ദൂരെ നിന്ന് പോലും അവനെ ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളുടെ മൗനം ആ ഗ്രാമത്തിലെ നിയമങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയിരുന്നു. ആകാശ്, പോകരുത്. അവൾ വിളിച്ചു പറയുന്നത് ആ കാറ്റിൽ അവൻ കേട്ടതുപോലെ തോന്നി. അച്ഛൻ അവനെ പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റി. കാർ പതുക്കെ നീങ്ങിത്തുടങ്ങിയപ്പോൾ ആകാശ് പുറകോട്ട് നോക്കി. പണിക്കർ തന്റെ വടി തറയിൽ ആഞ്ഞു കുത്തി നിൽക്കുന്നു. ഗ്രാമവാസികൾ പരിഹാസത്തോടെയും ദേഷ്യത്തോടെയും അവനെ നോക്കുന്നു. മുത്തച്ഛൻ മാത്രം വാതിൽക്കൽ നിന്ന് വിങ്ങുന്നുണ്ടായിരുന്നു. കാർ ഗ്രാമത്തിന്റെ അതിർത്തി കടന്നപ്പോൾ ആകാശ് തന്റെ പോക്കറ്റിൽ കൈയിട്ടു. മീര ഇന്നലെ തന്ന ആ ചെറിയ പൊതി അവിടെയുണ്ട്. അതിൽ ഒരു ഉണങ്ങിയ ഇലഞ്ഞിപ്പൂവും ഒരു മുടിയിഴയും. അവൾ ഇന്നലെ നൽകിയ ഡയറിയും പേനയും ഇനി അവളുടെ ഏകാന്തതയിലെ കൂട്ടിരിപ്പുകാരാകും. പ്രണയം ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുകയായിരുന്നു. രഹസ്യങ്ങൾ പരസ്യമായി, ശത്രുക്കൾ ശക്തരായി. വിവാഹനിശ്ചയം എന്ന വലിയ മതിൽ അവർക്കിടയിൽ ഉയർന്നു കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ എന്ന് ആകാശ് സ്വയം ചോദിച്ചു. അവന്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത പടർന്നു. പക്ഷേ ആ ഡയറിയിലെ ആദ്യ പേജിൽ അവൾ എഴുതിയ ഒരു വരി അവന് ഓർമ്മ വന്നു. മരണം വരെ ഈ കരിപടർന്ന ചിത്രങ്ങളിൽ ഞാൻ നിങ്ങളെ തിരയും. ആ വരികൾ അവനൊരു ചെറിയ പ്രതീക്ഷ നൽകി. പോരാട്ടം അവസാനിച്ചിട്ടില്ല, അത് തുടങ്ങുന്നതേയുള്ളൂ. നഗരത്തിലെ ഫ്ളാറ്റിലെ അടച്ചിട്ട മുറിയിൽ ആകാശ് ഒരു ജീവച്ഛവത്തെ പോലെ കിടന്നു. പുറത്ത് മഴ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിലെ മണ്ണ് വല്ലാതെ വരണ്ടുപോയിരുന്നു. അച്ഛൻ രാഘവൻ അവനെ കർശനമായ നിരീക്ഷണത്തിലാക്കി. കോളേജിലേക്ക് പോകാനും വരാനും ഡ്രൈവറെ കൂടെ വിട്ടു. മൊബൈൽ ഫോണുകൾ ഇല്ലാത്ത ആ കാലത്ത് ഒരു ലാൻഡ് ലൈൻ ഫോൺ പോലും അവൻ അപ്രാപ്യമായിരുന്നു. ഓരോ നിമിഷവും അവന്റെ മനസ്സിൽ മുഴങ്ങിയത് നാരായണൻ പണിക്കരുടെ ആക്രോശവും മീരയുടെ വിറയ്ക്കുന്ന കൈകളുമായിരുന്നു. അടുത്ത മാസം 10-ന് അവളുടെ കല്യാണമാണ്. വാസു മെമ്പറുടെ ആ വാക്കുകൾ ഒരു മരണവാർത്ത പോലെ അവന്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു.
അതേസമയം ഗ്രാമത്തിലെ ആ പഴയ തറവാട്ടിൽ മീരയുടെ ലോകം ആ 4 ചുവരുകൾക്കുള്ളിലായി ചുരുങ്ങിയിരുന്നു. അവളുടെ മുറിക്ക് പുറത്ത് അച്ഛൻ ഒരു വലിയ പൂട്ടാണ് ഇട്ടിരിക്കുന്നത്. ജനാലകൾ പോലും ആണിയടിച്ചുറപ്പിച്ചു. ആകാശ് അവസാനമായി നൽകിയ ആ പുതിയ ഡയറിയും പേനയുമായിരുന്നു അവളുടെ ഏക കൂട്ട്. ഇരുട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ ആ ഡയറിയിൽ തന്റെ ആത്മാവിനെ പകർത്തിവെച്ചു. അവൾ ആ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ഇന്നവർ എന്റെ വിവാഹ നിശ്ചയം നടത്തിയ ആകാശേ, നിങ്ങൾ തന്ന ഈ ഡയറിയിലെ ആദ്യത്തെ പേജിൽ എനിക്ക് മംഗല്യത്തിന്റെ വാർത്തയാണ് എഴുതേണ്ടി വന്നത്. പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും എനിക്ക് ചുറ്റും നിരത്തി വെക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ആ പഴയ സൈക്കിൾ യാത്രകളും ആ കറുത്ത വലിയ കുടയും ഓർക്കുകയായിരുന്നു. അച്ഛൻ എന്നോട് മിണ്ടുന്നില്ല. അമ്മ കരഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു. ഞാൻ ഒരു കുറ്റവാളിയെപ്പോലെ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് ആകാശേ? നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ എന്നെ ഓർക്കുന്നുണ്ടോ? അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് വാസു മെമ്പറുടെ ബന്ധുവായ ശേഖരനുമായാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന മീരയേക്കാൾ 10 വയസ്സ് പ്രായക്കൂടുതലുള്ള ഒരാൾ. പണിക്കരുടെ അന്തസ്സ് നിലനിർത്താൻ മീര ഒരു ബലിമൃഗമായി മാറുകയായിരുന്നു. നഗരത്തിൽ ആകാശ് തന്റെ സുഹൃത്തു വിനയനെ രഹസ്യമായി കണ്ടു. വിനയനായിരുന്നു ആകാശിന്റെ ഏക പ്രതീക്ഷ. വിനയൻ: എനിക്ക് എങ്ങനെയെങ്കിലും മീരയ്ക്ക് ഒരു സന്ദേശം എത്തിക്കണം. അവൾക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ അവളെ നിർബന്ധിക്കുകയാണ്. ആകാശേ, ഇത് വലിയ അപകടമാണ്. നിന്റെ അച്ഛൻ അറിഞ്ഞാൽ നിന്നെ നഗരത്തിൽ നിന്ന് മാറ്റും. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഗ്രാമത്തിലേക്ക് പോകാം. കണ്ണനെ എങ്ങനെയെങ്കിലും നേരിൽ കാണാൻ ശ്രമിക്കാം. വിനയൻ വാഗ്ദാനം നൽകി. വിനയൻ ഗ്രാമത്തിലെത്തി. കണ്ണനെ ഒരു തോടിന്റെ കരയിൽ വെച്ച് അവൻ രഹസ്യമായി കണ്ടുമുട്ടി. വിനയൻ നൽകിയ ആ കത്ത് കണ്ണൻ തന്റെ ഉള്ളംകൈയിൽ ഒളിപ്പിച്ചു. മീരയുടെ മുറിയിലേക്ക് ഭക്ഷണമെത്തിക്കുന്ന ലക്ഷ്മിയമ്മ വഴിയാണ് ആ കത്ത് മീരയുടെ കയ്യിലെത്തിയത്. മീര ആ കത്ത് വായിച്ചു. അതിൽ ആകാശ് ഇങ്ങനെ എഴുതിയിരുന്നു: മീരെ, തോറ്റുകൊടുക്കരുത്. 10-ാം തീയതിക്ക് മുൻപ് ഞാൻ വരും. നീ ആ മാല കഴുത്തിൽ അണിയരുത്. നമ്മുടെ പ്രണയത്തിന് ആകാശവാണിയിലെ പാട്ടുകളുടെ കരുത്തുണ്ട്. ഞാൻ നിന്നെ കൊണ്ടുപോകും. കത്ത് വായിച്ചപ്പോൾ മീരയുടെ കണ്ണുകളിൽ ഒരു പുതിയ വെളിച്ചം തെളിഞ്ഞു. അവൾ തന്റെ ഡയറിയിൽ വീണ്ടും എഴുതി: മരണം വരെ പോരാടാൻ എനിക്ക് ഈ ഒരു വരി മതി. ആകാശ് വരും. ഇലഞ്ഞിപ്പൂക്കൾ വീണ്ടും വിരിയും. ഗ്രാമത്തിൽ വിവാഹപ്പന്തൽ ഉയരാൻ തുടങ്ങിയിരുന്നു. വാസു മെമ്പറുടെ ആളുകൾ മുറ്റത്ത് പന്തൽ കെട്ടുന്നു. ചെണ്ടമേളക്കാർ എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ ആൾക്കൂട്ടത്തിന് പിന്നിൽ 2 ഹൃദയങ്ങൾ വലിയൊരു വിപ്ലവത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ആ നിശബ്ദമായ പ്രണയകഥയിൽ ഇനിയൊരു വലിയ സ്ഫോടനം വരാനിരിക്കുന്നു. ആകാശ് നഗരത്തിൽ തന്റെ ബാഗ് പാക്ക് ചെയ്തു. ഇത്തവണ അവൻ പോകുന്നത് വെറുമൊരു കൂടിക്കാഴ്ചയ്ക്കല്ല, മറിച്ച് തന്റെ ജീവിതം തിരികെ പിടിക്കാനാണ്. വിവാഹ നിശ്ചയം എന്ന വലിയ പ്രതിസന്ധിക്കിടയിലും പ്രണയം ഒരു പോരാട്ടമായി മാറുകയാണ്. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.